അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനക്ക് സുഖം തന്നെ. ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. രണ്ട് ഇളനീര് ഇതാ ചെറുതായിട്ട് പൂളിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജ്യൂസിലേക്ക് ഇടാം. അങ്ങനെ ഇളനീർ പൂളിയത് ഇട്ട് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മധുരം ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നന്നായി അടച്ചു വെച്ച് ഇനി നമുക്കിത് ജ്യൂസ് അടിക്കാം. അങ്ങനെ നമ്മളെ ഇളനീര് നന്നായി അരഞ്ഞ് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എന്താ പാത്രത്തിലേക്ക് രണ്ട് കരിക്കിൻ്റെ വെള്ളം ഞാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൈന ഗ്രാസ് ഇടുന്നുണ്ട്. ചൈന ഗ്രാസ് ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല ഇതിൽ ഇതാ മെൽറ്റായി. ഇത് നമുക്കിത് മാറ്റി വെക്കാം. ഇങ്ങനെ കുറച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാം ഇത് ആവട്ടെ. അങ്ങനെ 2 പാക്കറ്റ് പാല് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കുന്നുണ്ട്. ഫുഡിങ് കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ വരണേ കേട്ടാ. നല്ല അടിപൊളി ഇളനീർ ഫുഡിങ്. ഇതിലേക്ക് പാലിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഇടേണ്ടത്. അത് ഇവിടെ സ്റ്റോക്കില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ഇടാം. മധുരം നോക്കിയിട്ടിടാ. അധികം മധുരം വേണ്ടാത്തവരുണ്ടാവൂലേ. അപ്പം നമുക്കിവിടെ എല്ലാവർക്കും നല്ല മധുരം വേണം. അപ്പം ഇതിന് നോക്കിയിട്ട് നമുക്കിടാം. അങ്ങനെ നമുക്ക് ഇളനീര് ജ്യൂസാക്കിയത് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. പാലിലേക്ക് നന്നായി ഒന്ന് ഇളക്കാം. ഞാൻ ചൈന ഗ്രാസ് കൂട്ടുന്നുണ്ട്. നന്നായി ഒന്ന് ഇത് ഇളക്കാം. പിന്നെ നന്നായി ഇത് നമുക്ക് ഇളക്കാം. നല്ല രസമാണ് തിന്നാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയിട്ട് കമൻറ്റിൽ പറയണം കേട്ടോ എങ്ങനെയുണ്ട് എന്ന്. അങ്ങനെ നമുക്കിത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വെക്കാം. അങ്ങനെ നമുക്കിത് സെറ്റാകാൻ വെച്ച് അതിൻ്റെ മേലേക്ക് അങ്ങനെ ഇളനീരിൻ്റെ വെള്ളം ഞാൻ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. അത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതിൻ്റെ മേലിലേക്ക് ഞാൻ നമ്മൾ ജ്യൂസാക്കുമ്പോൾ എടുത്ത് മാറ്റി വെച്ചിന് കുറച്ച് ഇളനീരിൻ്റെ കഷ്ണം. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അമ്മ ഇവിടെ സെറ്റാക്കാൻ വെച്ച് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് സെറ്റായതിൻ്റെ ശേഷം നമുക്കിത് കാട്ടിക്കാം. അങ്ങനെ നമ്മളെ പുഡിങ് ഇവിടെ റെഡിയായി. ഞാനൊന്ന് കഴിച്ച് നോക്കട്ട്. കൂട്ടിയിട്ട് കഴിക്കട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.